ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏത് മനുഷ്യനും വ്യത്യസ്തമായ രീതിയിലാണല്ലോ ജീവിതത്തെ നോക്കിക്കാണുന്നത്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. പക്ഷേ നമ്മൾ ഏതിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതാണ് പ്രധാനം. അതുപോലെ ആഗ്രഹങ്ങളാണ് ഒരു കാര്യം ചെയ്യാനുള്ള ഊർജം തരുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ചില ആൾക്കാർ ലൈംഗികതയിൽ വ്യത്യസ്തമായ രീതി അഡോപ്റ്റ് ചെയ്യുന്നത്. ഈ ഫുഡ് ജോബ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമുക്കൊന്ന് നോക്കിയാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ അത് ആസ്വദിക്കുന്നത്. ചിലർക്ക് ഏതെങ്കിലും ഒരു പാർട്ടിനോട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നാം. ചിലർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു മെത്തേഡിനോടായിരിക്കും അമിതമായ ഇഷ്ടം തോന്നുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ കാൽപാദത്തിനോട്, കാലുകളോട് എന്തുകൊണ്ട് ചിലർക്ക് അമിതമായ ഇഷ്ടം തോന്നുന്നു, അതിനും കാരണമുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ ചിലർക്ക് ചെയ്യിപ്പിക്കാനാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഈ രണ്ട് പേരുടെയും മൈൻഡ് സെറ്റ് രണ്ട് തരത്തിലായിരിക്കും. അടിസ്ഥാനപരമായിട്ട് ഇതെല്ലാം ഓരോ സങ്കല്പത്തിൽ കൂടിയാണ് പുരോഗമിക്കുന്നത്. നമ്മുടെ ബ്രെയിനിൽ നിന്ന് പോകുന്ന കുറേ നെർവ് എൻഡിങ്സ് കാൽപാദങ്ങളിൽ വരെ, കാലിൻ്റെ വിരലുകളിൽ വരെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എന്ത് ചെയ്താലും ബ്രെയിനിൽ കൂടുതലായിട്ട് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ ആ ഭാഗത്ത് പ്രസ് ചെയ്യുമ്പോഴും മസാജ് ചെയ്യുമ്പോഴുമൊക്കെ ഒരു പ്രത്യേക റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ആ രീതിയിലുള്ളൊരു റിലാക്സേഷൻ മാത്രമല്ല ഫുഡ് ഫെറ്റിഷ് എന്ന് പറയുന്നവർ ചെയ്യുന്നത്. അവരതിനെ ഒരു പ്രത്യേക ആക്ടിവിറ്റീസിൽ കൂടി ലൈംഗികതയായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിസിക്കലി മെൻ്റലി ഒരു പ്ലഷറിന് വേണ്ടി, റിലാക്സേഷന് വേണ്ടി ചില പ്രത്യേക രീതിയിലാണ് അവരതുകൊണ്ട് പെരുമാറുന്നത്. ഈ വിഭാഗത്തിലുള്ളവരെ സംബന്ധിച്ച് കാൽപാദം അവരുടെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് ഫേസ് പോലെ തന്നെ പാദങ്ങളുടെ പരിചരണത്തിന് അതീവ ശ്രദ്ധ കൊടുക്കാറുണ്ട്. ആരോഗ്യപരമായിട്ട് നോക്കുവാണെങ്കിൽ പാദങ്ങളും വിരലും കൈകൾ പോലെ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെ സുന്ദരമായ പാദങ്ങളോടാണ് ഇവർക്ക് കൂടുതലായിട്ട് ആകർഷണം തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ അവസരത്തിൽ മനസ്സിൽ കുറച്ച് വിധേയത്വം കൂടുതലായിട്ടുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യുന്നതിനോടായിരിക്കും താല്പര്യം കൂടുതൽ. എന്നാൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ രണ്ടുപേരും തുല്യമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ എവിടെ ഓറൽ ചെയ്യുന്ന സമയത്തും വൃത്തിക്ക് അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, രണ്ട് വ്യക്തികൾ തമ്മിൽ റിലാക്സേഷന് വേണ്ടി ഒരു കാര്യം ഷെയർ ചെയ്യുമ്പം രണ്ട് പേർക്കും അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരിക്കണം. ഇഷ്ടമെന്ന് പറയുമ്പം അത് സാധാരണ ഒരു ഇതല്ല, കുറച്ച് തീവ്രമായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു റിലാക്സേഷൻ തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സന്തോഷം തോന്നണമെങ്കിൽ അത് ഏത് ആറ്റിറ്റ്യൂഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിനകത്ത് വ്യക്തികൾ തമ്മിലൊരു അടുപ്പം ഉണ്ടാവണം, ആകർഷണം ഉണ്ടാവണം. യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ അതിനകത്തൊരു പുതുമയുണ്ടാവും. കാരണം ലൈംഗികതയിൽ എപ്പോഴും ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നത് അത് ചെയ്യുന്ന രീതി അനുസരിച്ചാണ്. ഏത് രീതിയാണെങ്കിലും എല്ലാം ഒരു സ്ഥലത്താണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കുന്നത്. നമുക്കൊരു മെത്തേഡിനോട് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഏതോ ഒരു സാഹചര്യത്തിൽ മനസ്സ് പൂർണ്ണമായിട്ടും റിലാക്സ് ആയിരിക്കുമ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ബ്രെയിൻ പൂർണ്ണമായിട്ടും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ആ സമയത്ത് നമ്മൾ അറിയാതെ ബ്രെയിൻ ഉൽപ്പാദിപ്പിച്ച ഡോപ്പാമൈൻ ഹോർമോൺ ഇതൊരു ഹാബിറ്റായിട്ട് വരാൻ ആ വ്യക്തിയെ പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഏതൊരു അസ്വാഭാവികമായ രീതിയാണെങ്കിലും അതിൽ കൂടി മാത്രമേ ആനന്ദം കണ്ടെത്തുന്നു എന്ന അവസ്ഥ വരുമ്പോൾ അതൊരു ഡിസോർഡറായിട്ട് മാറാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഈ കാര്യമാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അതിനകത്തൊരു റിലാക്സേഷൻ ഉണ്ടല്ലോ. അതുപോലെ ചില തെറാപ്പിയുടെ ഭാഗമായിട്ട് കാൽപാദം കൊണ്ട് മസാജ് ചെയ്യുന്ന രീതിയുണ്ട്, പ്രസ് ചെയ്യുന്ന രീതിയുണ്ട്. ഏത് കാര്യമാണെങ്കിലും അതിനകത്ത് പോസിറ്റിവിറ്റി ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.